ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ സൃഷ്ടാവും പിതാവുമായ നമ്മുടെ കർത്താവിന് നന്ദി കരയേറ്റിക്കൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ചാനലിൻ്റെ പേരിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വചനമാണ്. വിശുദ്ധ യോഹന്നാൻ 13:34-35 വാക്യങ്ങൾ. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. AD 85-നും 95-നും ഇടയിൽ യേശു ഏറ്റവും സ്നേഹിച്ചിരുന്ന തൻ്റെ അരുമ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയതാണ് ഈ സുവിശേഷം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് അത്താഴമേശയിൽ വെച്ച് ശിഷ്യന്മാർക്ക് നൽകിയ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കൽപ്പനയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അത്താഴശേഷം യൂദാസ് തന്നെ ഒറ്റുകൊടുക്കാൻ പുറത്തുപോയ ആ സമയത്ത് ആകെ വിഷമിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വചനം. താൻ പോയതിനു ശേഷം ശിഷ്യന്മാർ തളർന്നു പോകാതിരിക്കാനും ഒന്നിച്ചു നിൽക്കാനും യേശു ഈ സ്നേഹത്തിൻ്റെ വഴി കാണിച്ചു തന്നു. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന്. എന്നാൽ യേശു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അതായത് യാതൊരു നിബന്ധനകളുമില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത, ഒരു കണ്ടീഷൻസും ഇല്ലാത്ത ആ സ്നേഹം, അതാണ് അഗാപെ, കർത്താവിൻ്റെ സ്നേഹം. ഒരു ബാധ്യതകളുമില്ല, ഒരു കണ്ടീഷൻസുമില്ല. നമ്മൾ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും കർത്താവ് നമ്മെ സ്നേഹിക്കും. അതാണ് അൺകണ്ടീഷണൽ ലവ്. ഒരു ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് അവൻ ധരിക്കുന്ന വസ്ത്രമോ സംസാരിക്കുന്ന ഭാഷയോ ഒന്നുമല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹമാണ്. അവൻ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ അവരോട് പെരുമാറുന്നു, എങ്ങനെ അവരെ കരുതുന്നു, എങ്ങനെ അവരെ ശുശ്രൂഷിക്കുന്നു എന്നതൊക്കെ കണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയും, അവനൊരു ക്രിസ്ത്യാനിയാണ്, കണ്ടോ അവനെ നോക്കൂ, അവനെങ്ങനെ മറ്റുള്ളവരെ കരുതുന്നത്, മറ്റുള്ളവരെ പെരുമാറുന്നത്, അവരെങ്ങനെ സ്നേഹിക്കുന്നത് ഒന്ന് നോക്കൂ. ഈ ദിവസം നമുക്ക് നമ്മളുടെ പ്രവൃത്തിയെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇതൊരു അവസരമായിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അതിന് എന്തെല്ലാം കണ്ടീഷൻസ് ആണോ ഉള്ളത്? മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, ഒരു റിവ്യൂ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എങ്ങനെയാണ് നമ്മുടെ മക്കളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത്? ഞാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും സഹോദരന്മാരെയും ഒക്കെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അമ്മായപ്പനും അമ്മായിമ്മയും എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ആ ബന്ധങ്ങളിലുള്ള സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ ഉചിതമാണ്. പല കണ്ടീഷൻസോടു കൂടി ആയിരിക്കും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും മക്കൾ പാരൻസിനെ സ്നേഹിക്കുന്നതെല്ലാം പല കണ്ടീഷൻസാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, പണമുണ്ടെങ്കിൽ സ്നേഹിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും, പണമില്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകില്ല. ഈ ലോകത്തിൻ്റെ രീതി അതായിട്ട് മാറി. ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
സ്നേഹത്തിന് ഒരു കാര്യവുമില്ല, ഒരു 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 പ്രാധാന്യവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദര സഹോദരി, ഈ ദിവസം നമ്മുടേതാണ്, ഇന്ന് മാത്രം നമ്മുടേതാണ്. ഇത് കഴിയുമ്പോൾ നമ്മളിവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ഇന്ന് ഈ നിമിഷം നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുക? നമ്മൾ എന്തിനാണ് അവരെ സ്നേഹിക്കുന്നത്? അവർ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്? ഭാര്യ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയല്ല നിന്റെ ഭർത്താവിനെ നിയോഗിച്ചിരിക്കുന്നത്. ഭർത്താവ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഭാര്യയെ നിനക്ക് ദൈവം തന്നത്, നിനക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മകനെ, മകളെ, നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് മാതാപിതാക്കളെ തന്നത്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സഹോദരി സഹോദരങ്ങളെ, അങ്ങോട്ട് സ്നേഹിക്കാൻ കർത്താവ് നമ്മൾ കാണിച്ചു തന്നത്, കർത്താവ് നമ്മെയാണ് സ്നേഹിച്ചത്. അവിടെ ഒരു കണ്ടീഷൻസ് ഉണ്ടായില്ല, അവിടെ ഒരു നിബന്ധനകളും ഉണ്ടായില്ല. കർത്താവ് നമ്മളെല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചു, നമ്മൾ ചേർത്ത് നിർത്തി, നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. രോഗിയായിരുന്നു, സൗഖ്യമാക്കി. വിശക്കുന്നവരായിരുന്നു, നമുക്ക് വിശപ്പ് മാറ്റി. സാമ്പത്തികമായിട്ടും സാഹചര്യങ്ങളിലും എല്ലാം ബന്ധനങ്ങളായിരുന്നു, മുടന്തനായിരുന്നു, അന്ധനായിരുന്നു, പല പ്രശ്നങ്ങളിലും ആയിരുന്നു. എന്നാൽ സ്നേഹം മാത്രം നൽകി കർത്താവ് നമ്മെ വീണ്ടെടുത്തു. ആ കർത്താവ് നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ട് എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം പറയും. നിങ്ങൾ ആരുടെ അടുത്തും സർട്ടിഫിക്കറ്റ് മേടിക്കണ്ട. ഈ ലോകം, മറ്റുള്ളവർ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് അവർ സർട്ടിഫിക്കറ്റ് തരും. അവർ ക്രിസ്ത്യാനിയാണ്, കണ്ടോ അവൻ്റെ സ്നേഹം കണ്ടോ. സഹോദര സഹോദരി, ഈ ദിവസം, ഈ നിമിഷം, ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ദൈവം നമുക്ക് തന്നിട്ടുള്ള, ദാനമായി നൽകിയിട്ടുള്ള സ്വന്തം ബന്ധു മിത്രാദികൾ ഏവർക്കും നമുക്ക് പലരോടും ക്ഷമിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാനും പറ്റാറില്ല. അവിടെ ഒരു കണ്ടീഷൻസ് ആണ്. അവൾ എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. വേണ്ട, ഇന്ന് നമുക്ക് അത് മാറ്റാം. കർത്താവ് നമ്മെ സ്നേഹിച്ചത് ഒരു നിബന്ധനകളും ഇല്ലാതെയാണ്. ഇന്ന് സകല ബന്ധനങ്ങളെയും പൊട്ടിച്ചഴിച്ചു കളഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ തുറന്നു വയ്ക്കാം. നമുക്ക് ആരോടെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്കായി പ്രാർത്ഥിക്കുക. അവരെ ഇന്ന് കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക് സമർപ്പിക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മോട് ശത്രുത കാണിക്കുന്നവരെ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കണം. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും, കൃപയുണ്ടാകും, ഒരു ബന്ധനങ്ങളും ഉണ്ടാവില്ല. നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. നമുക്ക് സന്തോഷത്തോടെ ചിരിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും. നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കും. ഒരു കണ്ടീഷൻസും ഇല്ലാതെ സ്നേഹിക്കാൻ സാധിക്കും. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, ഈ ദിവസത്തെ ഓർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, ഈ വചനം ഷെയർ ചെയ്യുന്ന എല്ലാവരെയും, ഇതിൽ പങ്കാളികളായ എല്ലാവരെയും കർത്താവെ ഇന്ന് നീ അഭിഷേകം ചെയ്യണം. ഈ നിമിഷം അവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഏതൊരു ആവശ്യമായിരുന്നാലും കർത്താവെ നീ നോക്കി അവർക്ക് സമൃദ്ധമായി എന്നെ കൊടുക്കണമേ. അവരൊരായിരിക്കുന്ന സന്ദർഭങ്ങൾ എവിടെയായിരുന്നാലും, നാട്ടിലായിരുന്നാലും വിദേശത്തായിരുന്നാലും ഈ ലോകത്തിൻ്റെ ഏത് മൂലയിലായിരുന്നാലും നിന്റെ രക്തവളപ്പിൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. ഒരു പിശാചും അവരെ തൊടുവാൻ നീ അനുവദിക്കരുതേ. നിന്റെ രക്തവളപ്പിൽ അവരെ മറച്ചുകൊള്ളണമേ. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിൻ്റെയും നല്ല ദിനങ്ങൾ കൊടുപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് അലിവ് തോന്നുവാനും അവരെ സ്നേഹിപ്പാനും കർത്താവെ ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ. ഞങ്ങളെ നീ പഠിപ്പിക്കണമേ.
മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ ആ സ്നേഹം മറ്റുള്ളവരിൽ പങ്കുവയ്ക്കുവാൻ, ഞങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ നിന്റെ ശിഷ്യന്മാരെന്ന് പറയുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ നിമിഷം നിന്റെ തൃപ്പാദത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ നിമിഷം അടിയങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുകൊള്ള സർവ്വപാപങ്ങളും പൊറുക്കണമേ. പലരോടും ഞങ്ങൾക്ക് ക്ഷമിപ്പാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ സ്നേഹിപ്പാൻ സാധിക്കുന്നില്ല. കർത്താവെ നിന്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല വേദനകളും നിന്നിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പുതിയണമേ. കർത്താവ്, ഞങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹിപ്പാനുള്ള എല്ലാ ബന്ധനങ്ങളിൽ ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം. ഈ പെന്തക്കോസ്തിയുടെ നാളുകളിൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ഒരു നിബന്ധനകളുമില്ലാതെ സ്നേഹിപ്പാൻ നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്ന വഴികളെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. പങ്കാളികളെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കൂട്ടുകാരെ സമർപ്പിക്കുന്നു. ജോലികളായിരിക്കുന്ന മേഖലകളിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. കൃഷികൾക്ക് പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നാനാവിധമായ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കർത്താവെ വിഷമിച്ചിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കാരുണ്യവാനെ, നിന്റെ സൃഷ്ടികളെന്ന് നീ ഓർക്കണമേ. അടിയങ്ങളോട് കരുണ തോന്നണമേ. കർത്താവെ, നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അടിയങ്ങളോട് പൊറുക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിപ്പാനും മറ്റുള്ളവരെ നീ കാണിച്ചു തന്ന രീതിയിൽ സ്നേഹിപ്പാനും കർത്താവെ നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇറങ്ങി വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും അവർക്കും കൂടെ അനുഗ്രഹം കിട്ടുവാനും ഉതകുമാറ് അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമേ. താങ്ക് യു.